വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ട്രംപിന്റെ മൂന്നാമത്തെ ആക്രമണ ദിവസമായിരുന്നു ഇന്ന്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ അത് നടന്നില്ല. അത് സ്വാഭാവികമാണ്. കാരണം ഓരോ രാത്രിയും എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ട്രംപ് കഴിഞ്ഞ ദിവസം പറയും നാളെ ഞാൻ ഇറാന്റെ നാഗരികതയെ മുഴുവൻ നശിപ്പിച്ച് കളയുമെന്ന് പറയും. രാവിലെ ആകുമ്പോൾ ട്രംപ് പറയും അല്ലെങ്കിൽ നാളെ ആവട്ടെ എന്ന് ട്രംപ് പറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നാട്ടുകാർക്കും മാധ്യമപ്രവർത്തകർക്കും ഇല്ല ഇത് മനസ്സിലായി. ട്രംപ് ഒരു കാര്യം പറഞ്ഞാൽ അപ്പാടെ മാധ്യമങ്ങൾ പകർത്തി എഴുതാത്ത ഒരു ഓരോരോ ദിനങ്ങളായിരുന്നു പിന്നീട് വന്നത്. ട്രംപ് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളോടുകൂടി തട്ടിച്ചു നോക്കിയാണ് പല ആൾക്കാരും ചെയ്യുന്നത്. ഈ ഇടയ്ക്ക് ട്രംപ് ഒരു കാര്യം പറഞ്ഞത്, ഇറാനിൽ നിന്ന് നമ്മൾ വ്യാപകമായി എണ്ണ കടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞു. ഉടനെ തന്നെ തൊട്ടപ്പുറത്ത് നിന്ന് ട്രംപിന്റെ തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ഇയാൾക്ക് വട്ടാണ് എന്നാണ് ട്രംപിന്റെ തൊട്ടടുത്തുള്ള ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞത്. നിമിഷങ്ങൾക്കകം തന്നെ അത് പൊളിഞ്ഞുപോയി. അപകടമണത്തിട്ടൊക്കെ ആയിരിക്കാം, കാരണം അതൊരു യുദ്ധക്കുറ്റം കൂടെയാണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യമാണുള്ളത്. അപ്പൊ ട്രംപിന്റെ മൂന്നാമത്തെ ദിവസമായ ഇന്ന് ആക്രമണം നടന്നില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു തുടങ്ങി തന്നെ ഓഹരി ഇടിഞ്ഞു, സ്വർണ്ണവില ഇടിഞ്ഞു പോകുന്നു, ക്രൂഡ് ഓയിലിന് വില കൂടുന്നു. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ്. ഓഹരി വിപണി കുതിച്ചുയരുന്നു. വലിയ രീതിയിലുള്ള ഒരു ഉണർവ് എവിടെയും കാണുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ട്രംപ് ഇന്ന് നടക്കാനിരുന്ന ആക്രമണം മാറ്റിവെച്ചിരിക്കുന്നു. മാറ്റിവെച്ചു എന്നുള്ളത് മാത്രമല്ല, ട്രംപ് പറയുന്നു ഇറാൻ ആ കരാറിൽ എത്തിയിരിക്കുന്നു, ഇത് ആനന്ദത്തിന്റെ രാവാണ് എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഒരു പിണറായി വിജയനാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ട്രംപിന്റെ നിർദ്ദിഷ്ട താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് ട്രംപ്. അല്ലാതെ ആ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നില്ല. അവിടെയുള്ള ജനങ്ങളുടെ വികാരങ്ങളെ മാനിക്കുന്നില്ല, ജനങ്ങളെ നോക്കി ചിരിക്കുന്നില്ല. അയാളുടെ മകനും അയാളുടെ മകൾക്കും ഭാര്യയ്ക്കും വേണ്ടി മാത്രമാണ് ഇയാൾ ജീവിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. അയാളുടെ ക്രിപ്റ്റോ കറൻസിയും അയാളുടെ ഓഹരി വിപണിയും എല്ലാം കുതിച്ചുയർത്താൻ വേണ്ടിയാണ് അയാൾ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇറാനെതിരായിട്ടുള്ള തുടർച്ചയായ മൂന്നാം ദിവസത്തെ ആക്രമണം റദ്ദാക്കിയതായി പറയുന്നു. പക്ഷെ മാധ്യമങ്ങൾ ഇത് വിശ്വസിച്ചില്ല, ഇറാനിലേക്ക് കാതോർത്തു. അപ്പൊ ഇറാൻ പറയുന്നു ശരിയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ടെഹ്റാൻ കരാർ അംഗീകരിക്കപ്പെട്ടു എന്ന് ട്രംപ് അവകാശപ്പെടുന്നു. ഇറാനും പറഞ്ഞു ശരിയാണ്, അത് അംഗീകരിക്കപ്പെട്ടു, പക്ഷെ ഞങ്ങൾ അതിൽ ജാഗ്രത പാലിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൽ ജാഗ്രത പാലിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്, എങ്കിലും അന്തിമമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ് എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ശുഭസൂചകമായിട്ടുള്ള ഒരു വാർത്തയല്ലേ? അല്ലെങ്കിൽ നേരത്തെയും ഇതുപോലെ സമാധാന ചർച്ചകൾ വന്ന് പാകിസ്ഥാൻ അതിന് മധ്യസ്ഥത വഹിച്ച് ഇപ്പൊ പാകിസ്ഥാൻ ഇല്ല, അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു സുഖമായിട്ട് ഇത്ര വരെയെങ്കിലും എത്തിയത്. അപ്പോൾ ഇനി ഈ കരാറ് ഇപ്പൊ ഇറാനും പറയുന്നു ഞങ്ങളും ഓക്കെ ആണ്, പക്ഷെ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ആശങ്കയുണ്ട്, അത് സംസാരിച്ച് പരിഹരിക്കാമെന്ന് ഇറാൻ പറയുന്നു. ഇതിൽ ഇനി ഒരു മാറ്റം വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇത് അവസാനിക്കാനുള്ള ഒരു ശുഭസൂചനയല്ലേ നമ്മൾ കാണുന്നത്? ഈ ട്രംപിന്റെ പ്രസ്താവനയെ കുറിച്ച് നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം. ഒരുപക്ഷെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഈ ട്രംപിന് ഒരു പരിപാടിയുണ്ട്, ഈ താൻപോരിമ എന്ന് പറയത്തില്ല, ഞാനൊരു സംഭവമാണ് എന്നുള്ളത്. എന്ത് കാര്യത്തിൽ ഇന്നിപ്പോ ഈ കരാറിലേക്ക് എത്താൻ പോകുന്നു. അപ്പൊ അതിന് തൊട്ടു മുമ്പ് പുള്ളി പറഞ്ഞത് എന്താണ്? ഇന്ന് രാത്രി ഞാൻ ഇറാൻ നശിപ്പിക്കും, എല്ലാം പിടിച്ചെടുക്കുമെന്നാണ് പറഞ്ഞത്. അതായത് സ്വാഭാവികമായി ഇന്ന് ഇറാനും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ധാരണയിലേക്ക് ഞങ്ങൾ നീങ്ങുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ഒരു ചെറിയ വിഭാഗം ജനമെങ്കിൽ ചിന്തിക്കുന്നത്? ഇന്നലത്തെ ട്രംപിന്റെ വരട്ടേറ്റ്, പുള്ളിയുടെ ഭീഷണിക്ക് തൊട്ടു പിന്നാലെ ഇറാൻ മുട്ടുകുത്തി എന്നല്ലേ വരികയുള്ളൂ. ഇത് ട്രംപിന്റെ എല്ലാ കാലത്തെ പ്രസ്താവനയിലും ഉണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സിന്ദൂർ നടന്നു, പാകിസ്ഥാന്റെ അവിടുത്തെ സൈനിക മേധാവികൾ ഇന്ത്യയെ വിളിക്കുന്നു, ഇന്ത്യ തൽക്കാലത്തേക്ക് വെടിനിർത്തൽ പറയുന്നു, തൊട്ടു പിന്നാലെ ട്രംപ് പറയുന്നു ഞാനാണ് നിർത്തിയതെന്ന് പറയുന്നു. കംബോഡിയയും തായ്ലൻഡും തമ്മിൽ വെടിവെപ്പ് നടക്കുന്നു, അവിടെ വെടിവെച്ച് കുറെ പേര് മരിക്കുകയും ചെയ്തു. പിന്നെ ചൈനയും മറ്റും ഇടപെട്ട് അവിടെ കോംപ്രമൈസിലേക്ക് എത്തുന്ന സമയത്ത് ട്രംപ് ചാടി വീഴുന്നു, ഞാനാണ് നിർത്തിയതെന്ന് പറയാം. അപ്പൊ എല്ലാത്തിലും അത് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ, അമേരിക്കയുടെ ഒരു മുമ്പൊക്കെ അവിടുത്തെ പ്രസിഡന്റുമാര് PR വർക്കിലൂടെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോ സ്വയം പുള്ളിക്ക് വേറെ PR ഇല്ലാത്തതുകൊണ്ട് പുള്ളി തന്നെയാണ് PR. അതുകൊണ്ട് പുള്ളി തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നു, പുള്ളി തന്നെ ഇങ്ങനെ ഇടുന്നു. ഇതാണ് ഇതിന്റെ ഒരു രീതി. ഈ കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഒരു അന്തിമ കരാറല്ല ഈ ആയിരിക്കുന്നത്. പകരം ഇപ്പോൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ചിട്ട് ഒരു ചെറിയ ഒരു കരാർ, ചെറിയ കരാർ എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയത്തില്ലേ വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു സാധനം തന്നെയാണ്. അതിൽ ഇറാൻ ഇപ്പോൾ ധാരണയായിരിക്കുന്നതിനകത്ത് ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ 60 days വെടിനിർത്തൽ, 60 ദിവസം വെടിനിർത്തൽ, 30 ദിവസത്തിനുള്ളിൽ. ഇത് അവർ നേരത്തെ വെച്ചിരുന്നതാണ്, നമ്മളിവിടെ ചർച്ച ചെയ്തിരുന്നതാണ്, നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞിരുന്ന കാര്യമാണ്. 30 ദിവസത്തിനകം ഈ ഹോർമുസിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ വാർഷിപ്പുകളെല്ലാം മാറ്റുക, ഹോർമുസ് തുറക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം പിന്നെ ലെബനനിൽ വെടിനിർത്തൽ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാതിരിക്കുക ലെബനനിൽ. ഈ 3 കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു ധാരണ ആയിട്ടുണ്ട്. കാരണം ഇത് ഓൾറെഡി ഇത് ധാരണയാകേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം തന്നെ നെതന്യാഹു 45 days വെടിനിർത്തൽ ലെബനനിൽ പറഞ്ഞിരുന്നു.
രണ്ടാമത്തെ കാര്യം 60 days വെടിനിർത്തലിന് ട്രംപിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫെബ്രുവരി 28 തുടങ്ങിയ പണി ഇപ്പൊ 105 ദിവസം, ഇത് 105ാമത്തെ ദിവസമാണ് യുദ്ധത്തിന്റെ, 105ാമത്തെ. ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞിട്ട് 4 മാസമായാലും. അപ്പോ ഈ രണ്ടാമത്തെ ഇതാണ്, അതായത് 60 ദിവസം വെടിനിർത്തൽ. അതും അമേരിക്കയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത്രയും ദിവസം വെടിനിർത്തലായിരുന്നല്ലോ അവര്. ഇനി ഒരു 60 days, ഈ രണ്ട് കാര്യങ്ങളും ഓക്കെയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആണ് പ്രധാനപ്പെട്ട കാര്യം, ഹോർമുസിൽ നിന്ന് ഈ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കയുടെ വാർഷിപ്പുകളെ പിൻവലിക്കുക 30 ദിവസത്തിനുള്ളിൽ. അതിനുശേഷം നമുക്ക് ചർച്ച തുടങ്ങാം പല കാര്യങ്ങളെ കുറിച്ച്. എന്റെ കേസ് ചർച്ച ചെയ്യണം, പിന്നെ ഈ കേസ് ചർച്ച ചെയ്യണം, മറ്റേത് മറിച്ചത് മാങ്ങാത്തൊലി എല്ലാം ചർച്ച ചെയ്യാം. അത് പിന്നീട്. ഇത് ജനീവ വെച്ച് ഒപ്പിടാനാണ് ഇപ്പോൾ തീരുമാനം. ഈ കരാറിന്റെ പേരെന്താണെന്നറിയാമോ? ഇസ്ലാമാബാദ് കരാർ എന്നാണ്. പാകിസ്ഥാനും ഇടപെട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇസ്രായേൽ ട്രംപിനെ സംശയത്തോടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഈ പാകിസ്ഥാനാണ് ചർച്ചയ്ക്ക് പോയത് ഇറാനിൽ. ആരാണ് പോയത്? ഷഹബാസ് ഷെരീഫ് ആയിരുന്നു പോയത്. ഷഹബാസ് ഷെരീഫിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ മറ്റൊരാൾ കൂടി ഇറാനിലെത്തി. അത് ശ്രീമാൻ മുനീർ ആയിരുന്നു. എന്തിനായിരിക്കാം മുനീർ പോയത്? അപ്പോൾ കേൾക്കുന്ന ചില വാർത്തകൾ, ഇത് എന്റെ ഒരു കണക്കൂട്ടലാണ്. അപ്പൊ പുറത്തു വന്ന വാർത്തകൾ എന്താണ്? മുനീറിന് ഈ IRGCയിലെ കമാൻഡർമാരുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ ഈ പട്ടാള മേധാവികൾ അറിയാതെ, കാരണം പട്ടാളത്തിന്റെ കയ്യിലാണ് ഇപ്പോൾ ഇറാൻ നിൽക്കുന്നത്, അവരുടെ ഭരണം മുഴുവൻ ഇപ്പോൾ പട്ടാളത്തിന്റെ കയ്യിലാണ്. അപ്പോൾ അവരുമായി ചർച്ച ചെയ്യാൻ മുനീറാണ് മിടുക്കൻ പോകുന്നു. ഇവിടെയാണ് ചില ഗോസിപ്പുകൾ പുറത്തു വരുന്നതും. ഈ മൊസാദ് പെന്റഗണിൽ ചാരന്മാരെ നിയോഗിച്ചെന്നുള്ള വാർത്ത വരുന്നു. ഒപ്പം തന്നെ ഖത്തർ $12 ബില്യൺ ഇറാന് കൊടുക്കാമെന്നുള്ള വാർത്ത വരുന്നു. ഇതെല്ലാം ട്രംപ് അവിടെ ട്രംപിന്റെ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്താൻ, അതായത് ക്രിപ്റ്റോ, ഓയില്, ഇതിനെല്ലാം കൂടെ ഒരു പുതിയ, കാരണം ക്രിപ്റ്റോയിൽ കച്ചവടം നടത്തുന്നതിടയ്ക്ക് ഇറാൻ പറയുകയും ചെയ്തു, ഞങ്ങള് ഇറാൻ ഇനി മുതൽ എണ്ണ കച്ചവടം ക്രിപ്റ്റോയിൽ നടത്തുമെന്ന് പറയുകയും ചെയ്തു. അപ്പൊ ക്രിപ്റ്റോയും എണ്ണയും എല്ലാം കൊടുത്ത് മറ്റൊരു പാകിസ്ഥാൻ പോലെ, പാകിസ്ഥാനിലും ട്രംപിനുള്ളത് ബിസിനസ് ആവശ്യം തന്നെയാണ്. ഈ മുനീറിനെ കൂടെ നിർത്തുന്നത് ഈ ക്രിപ്റ്റോയുടെ കാര്യത്തിലും മറ്റുമാണ് നിർത്തുന്നത്. അപ്പൊ ഇവിടെ ക്രിപ്റ്റോ മാത്രമല്ല എണ്ണയും കൂടിയുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കരാറിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടാണ് മുനീറിനെ രണ്ടാമത് അയച്ചത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇവിടെയാണ് നെതന്യാഹുവുമായിട്ട് ഇത് തെറ്റുന്നത്. പിന്നീട് ഇതിന്റെ ഇപ്പോഴും നെതന്യാഹു ഈ കരാറിനും ഒക്കെ ആയിട്ടില്ല. കാരണം ഈ യുദ്ധം എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ തുടങ്ങിയത്? 4 കാര്യങ്ങൾക്കായിരുന്നു. 1, ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നു, അവസാനിപ്പിക്കണം. 2, ഇറാൻ ഈ ഹിസ്ബുള്ള, ഹൂത്തി, ഹമാസ് എന്നിവരെ പിന്തുണയ്ക്കുന്നു, അത് അവസാനിപ്പിക്കണം. 3ാമത്തെ ഒരു കാര്യം പറഞ്ഞത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, അത് അവസാനിപ്പിക്കണം. ഇതിനകത്ത് ഏറ്റവും പരമപ്രധാനമായിട്ട് അവർ പറഞ്ഞ 4ാമത്തെ ഒരു കാര്യമുണ്ട്, ഭരണമാറ്റം. അത് അനിവാര്യമാണ് ഇറാനിൽ. കണ്ടില്ലേ അവിടുത്തെ ജനം തെരുവിലിറങ്ങുന്നു, അവർ ബുദ്ധിമുട്ടുന്നു. അതുകൊണ്ട് തന്നെ ഈ കണക്ക് യുദ്ധം കൊണ്ട് തുടങ്ങുകയും ജനം തെരുവിലേക്ക് വരികയും ഓൾറെഡി അവിടുത്തെ ഇതിനെല്ലാം, അതുകൊണ്ടാണല്ലോ ഒരു ഖമേനിയെ കൊല്ലാൻ കാരണം അതാണ്. ഖമേനി പോയാൽ എല്ലാം തീരും, ഈ അവിടെ പ്രക്ഷോഭം നടത്തി അവർ ഭരണം പിടിച്ചെടുക്കുമെന്ന് അവർ കരുതി. പക്ഷെ അവർക്ക് തെറ്റി. അത് തുടക്കത്തെ നമ്മൾ പറയുന്നുണ്ട്, ഖമേനി പോയി കഴിഞ്ഞാൽ എല്ലാം തീർന്നു. അവിടെ ഇപ്പൊ എല്ലാം തീർന്നില്ലേ? ഈ ഖമേനി ഇരിക്കുന്ന സമയത്ത് ഈ ഖമേനി തന്നെ ഒരു ഫത്വ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കലും ആണവായുധം ഉണ്ടാക്കില്ലെന്ന്. കാരണം ഈ ഖമേനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെറും ഒരു ഭരണാധികാരിയല്ല, അവരുടെ ആത്മീയ നേതാവാണ്. പുള്ളി ഇങ്ങനെ ലീഗലി പറയുന്നതാണല്ലേ ഫത്വ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാധനം ഇറക്കി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഒന്ന് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അനുസരിച്ചിട്ടേ ഉള്ളൂ ഇറാൻ, അനുസരിച്ചിട്ടേ ഉള്ളൂ, അനുസരിക്കുകയും ചെയ്യും. അത് നേരത്തെ പുള്ളി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണല്ലോ. അപ്പൊ ഈ ആണവായുധത്തിന്റെ കാര്യങ്ങൾ തീർന്നു. പിന്നെ ഇവര് പറഞ്ഞു ഈ യുദ്ധം കുറച്ചുകൂടെ കൊടുമ്പിലുണ്ടപ്പോ അമേരിക്ക പറഞ്ഞത് സമ്പുഷ്ട യുറേനിയം നൽകണം. അതും ഇവര് മുമ്പ്, അതായത് ഫെബ്രുവരി 26-നായിരുന്നു ലാസ്റ്റ് ചർച്ച നടന്നത്. അതിന്റെ പിറ്റേന്നാണല്ലോ കൊണ്ട് ബോംബിട്ടത് 28-ാം തീയതി. 26-ന് ചർച്ച നടക്കുമ്പോൾ എന്താണ് അതിൽ പറഞ്ഞിരുന്ന കാര്യം? സമ്പുഷ്ട യുറേനിയം ഞങ്ങൾ അതിന്റെ അളവ് കുറയ്ക്കാം, അതായത് ഇപ്പോൾ ഉള്ള യുറേനിയമായി മിക്സ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അതിന്റെ അളവ് കുറയ്ക്കാം. പിന്നെ ഇറാൻ മുമ്പോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു, ആണവോർജ ഏജൻസി ഞങ്ങളുടെ നാട്ടിൽ വരട്ടെ, ഇൻസ്പെക്ട് ചെയ്യട്ടെ, ഞങ്ങളുടെ ആണവ നിലയങ്ങൾ ഇൻസ്പെക്ട് ചെയ്യട്ടെ. നമ്മൾ പോലും അനുവദിച്ചിട്ടില്ല, ഇന്ത്യ അനുവദിച്ചിട്ടില്ല. അത് നമ്മളത് കരാർ ഒപ്പിട്ടിട്ടുമില്ല. ശരി, ഞങ്ങൾ ഒപ്പുവെക്കാം, നിങ്ങൾ വരൂ, ഒന്ന് ചെക്ക് ചെയ്യൂ. അമേരിക്കയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ആണവ റിയാക്ടറുകൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിത്താ. റഷ്യ ആണല്ലോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി തരാം. ഇതെല്ലാം ഇറാൻ പറഞ്ഞിരുന്ന കാര്യമല്ലേ. പിന്നെ ഇവരുടെ പ്രശ്നം എന്തായിരുന്നു? ഇവർക്ക് അനുകൂലമായി ഭരണത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭരണകൂടം മാറ്റുക എന്നുള്ളത്. അത് നടന്നില്ലല്ലോ, അമ്പയെ പരാജയപ്പെട്ടു പോയില്ലേ. 3ാമത്തെ എന്താണ്? ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ നിങ്ങൾ നിർമ്മിക്കരുത് എന്നാണ് പറഞ്ഞത്. അതൊരു പക്ഷെ വാക്കാൽ അല്ലെങ്കിൽ കരാറിനകത്ത് നിർമ്മിക്കില്ല എന്ന് പറഞ്ഞാൽ നിർമ്മിക്കും, സ്വാഭാവികമാണ്, എല്ലാ രാജ്യങ്ങളും നിർമ്മിക്കുന്ന ഒരു കാര്യം. ഇതൊക്കെയാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ മുന്നിൽ നിർത്തിയ 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? ഇല്ല. ഇതെല്ലാം മുമ്പ് ഇറാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇറാൻ മുൻപോട്ട് വെക്കുന്നത്. ഇനി ഇറാന്റെ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ, ഇപ്പൊ ഇത് പ്രാഥമിക, ഞാൻ ആദ്യം പറഞ്ഞത്
പ്രാഥമികമായി യുദ്ധം നിർത്തുന്നതിനുള്ള ഒരു ധാരണയുടെ കാര്യം. ഇപ്പൊ നമ്മൾ തമ്മിൽ അടി നിർത്തുന്നതിന് നമുക്ക് ആദ്യം ഒരു കാര്യം, തൽക്കാലം നമുക്ക് അടി സ്റ്റോപ്പ് ചെയ്യാം, തൽക്കാലം ഇത് കണക്ക് തന്നെ നിൽക്കട്ടെ, നമ്മുടെ വേലി കെട്ടണ്ട. ഇപ്പോ നമ്മൾ ഇങ്ങനെ പറയുകയാണ്, വേലി കെട്ടണ്ട, അതിൽ തർക്കമാണെങ്കിൽ നമ്മൾ പറയാം വേലി കെട്ടണ്ട, അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് ഇരുന്ന് ചർച്ച ചെയ്യാം, തൽക്കാലം നിൽക്കട്ടെ എന്ന് പറയാം. അപ്പൊ നമുക്കൊരു ഗ്യാപ്പ് കിട്ടും. ഈ ഗ്യാപ്പിന് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇരുന്ന് സംസാരിച്ച് ഇതിന്റെ പല 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 പോംവഴികൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ സ്വാഭാവികമായി തന്നെ വേലികെട്ടലിലേക്ക് നീങ്ങും. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്ന പ്രാഥമിക കാര്യത്തിൽ ധാരണയായിട്ടെന്ന് ഇപ്പോൾ ഇറാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അവർ ഇറാൻ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് നിലപാട് മാറ്റുന്നത് വലിയ വിഷയമാണ്, വലിയ പ്രശ്നം ചെയ്യുമെന്ന് പറയുന്നുമുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കരാറിനെ ഇസ്രയേല് പിന്തുണയ്ക്കുന്നില്ല. അവർ പറയുന്നത് ഇത് കറക്റ്റ് അല്ല, ഇറാന്റെ പക്കൽ ആണവായുധങ്ങളുണ്ട്, ഇറാന്റെ പക്കൽ അവര് ഈ ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ബാക്ക് ചെയ്യുന്നു, ഇതെല്ലാം ഇനിയും തുടരും, അതിനകത്തൊരു വ്യക്തമായ ഒരു ക്ലിയർ ഇത് വേണം, ഒരു വ്യക്തത വേണം, എങ്കിൽ മാത്രമേ ഈ കരാർ പൂർണ്ണമാകൂ എന്ന് പറയും. ഇതാണ് ഇപ്പോൾ കരാറിന്റെ കണ്ടീഷൻ. ഏതായാലും കരാറ് ഒപ്പിടുമായിരിക്കും. ഒപ്പിടും ചെയ്ത അന്തിമ കരാറല്ല, ഒരു ധാരണ. കരാറെന്ന് പറയാൻ പറ്റില്ല അതിന്റെ വിഷയം. ധാരണയും കരാറും രണ്ടും രണ്ടാ. കരാറെന്ന് പറയുമ്പോൾ എല്ലാ വ്യവസ്ഥകളും വരണം, ധാരണയാകുന്നു, അതിനുശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇത് തന്നെയല്ലേ ഇറാൻ കുറച്ചുനാൾ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴെന്താണ്, ഈ ട്രംപ് ഒന്ന് മുറുകും പിന്നൊന്നായി, പിന്നൊന്ന് മുറുകും പിന്നൊന്നായി. കാരണം ഇദ്ദേഹത്തിന് ചില താല്പര്യങ്ങൾ അവിടെ ഉണ്ട്, അതും കൂടെയാണ് ഇതിനകത്ത് കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതാണ് ഇതിനകത്ത് വളരെ നമ്മൾ തുടക്കത്തിൽ ഈ യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ മിക്കവാറും ചാനലൊക്കെ ഈ ഇറാന്റെ ഭാഗം പറയാൻ ഉണ്ടായിരുന്നില്ല, സുഡാപ്പി ചാനലുകൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് നമ്മൾ അതിന്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. ഇറാൻ എന്ന് പറഞ്ഞ ചെറിയൊരു രാജ്യമല്ല, അവരെ തകർത്തെറിയുക എളുപ്പമല്ല, അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകുക എളുപ്പമല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്ന നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മുടെ ഈ പേജിൽ കിടപ്പുണ്ട്, പറഞ്ഞിരുന്ന കാര്യമാണ്. പിന്നീട് പതുക്കെ പലർക്കും അത് അംഗീകരിക്കേണ്ടി വന്നു, ശരിയാണ് ആ പറഞ്ഞത്. ഇന്നിപ്പോ എന്തായി അവസ്ഥ, അത് കണക്കല്ലേ അവസ്ഥ എത്തിയിരിക്കുന്നു. ഇനി സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും, ഇതൊരു ശാശ്വത സമാധാനത്തിലേക്ക് പോകുമെന്ന് വെച്ചാൽ ഒരിക്കലും പോവില്ല, ഒരിക്കലും പോവില്ല. ഇത് അടുത്ത പൊട്ടി തകരാൻ പോകുന്നത് എവിടെയാണെന്ന് അറിയാവോ? അത് ഇപ്പോഴേ ഞാൻ പറഞ്ഞുതരാം. ഈ ഹോർമുസിൽ കിടക്കുന്ന ഷിപ്പ് മാറ്റം പറയുമ്പോഴത്തേനും ട്രംപിന്റെ തനിക്കോണം കാണിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പേരിന് വേണ്ടി 1 or 2 പിൻവലിക്കും, അവിടത്തേക്ക് വല്ല ഇറാന്റെ ഡ്രോണോ വല്ലതും ഒക്കെ വരും, വീണ്ടും അടി തുടങ്ങും. ഇത് തൽക്കാലത്തേക്ക് ഒരു ഇതാണ്. ഇത് ഇവിടെ വെച്ചുകൊണ്ട് ഇവർ ചെയ്യാൻ പോകുന്നൊരു പണി, ഈ ലോകത്തെ മുഴുവൻ എണ്ണ വിപണിയില് ഈ ചലനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഗ്യാസ് ഇന്ത്യ എവിടെ നിന്നാണ് വാങ്ങുന്നത്? അമേരിക്കയുടെ കയ്യിൽ നിന്നാണ്. നാളെ ഈ യുദ്ധങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ വഴി നോക്കത്തില്ലേ? അപ്പോൾ ഈ വെനസ്വേലയിൽ അടക്കമുള്ള എണ്ണ കച്ചവടം ചെയ്യണമെന്നുള്ള പുള്ളിക്കുള്ള താല്പര്യം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമ്പോഴത്തേനും വിപണിയിലെ എണ്ണ നിയന്ത്രിക്കാനും മറ്റുമൊക്കെ ഇതുമൂലം കഴിയും. ഈ ഗൂഢ ഉദ്ദേശങ്ങളും ഉണ്ടാവുമല്ലോ പലർക്കും. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ബോംബിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇതുവഴിയുള്ള ഷിപ്പിംഗ് നിൽക്കും, അല്ലെ മറ്റുള്ള കാര്യങ്ങൾ നിൽക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് അത് നീങ്ങുകയും ചെയ്യും. ഏതായാലും ഇങ്ങനെ ഒരു ധാരണ ആയത് തന്നെ വലിയ കാര്യം തന്നെയാണ്. കാരണം യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, എല്ലാം പഴയതുപടി ആകട്ടെ എന്നുള്ളതാണ്. പക്ഷെ അത് എത്ര നാൾ എന്നുള്ളതാണ് ഒരു സംശയം. ഏതായാലും അതൊരു പെർമനന്റ് സൊല്യൂഷനിലേക്ക് പോകും എന്ന് ഒട്ടും വിശ്വസിക്കേണ്ട കാര്യമില്ല. താൽക്കാലികമായ ഒരു ശമനം, ഒരു മുറിവുണ്ടായി, കുറച്ച് ദിവസം റെസ്റ്റ് ആണ് എന്ന് മാത്രം തൽക്കാലം കരുതിയാൽ മതി. ചിലപ്പോൾ അത് നീണ്ടുപോയേക്കാം. കാരണം ഒരു 2025 കഴിഞ്ഞിട്ട് പിന്നെ 26 1 വർഷം ഗ്യാപ്പ് കിട്ടിയില്ലേ അമേരിക്ക ആദ്യം അടിക്കുന്നത്. അപ്പൊ ഇതും അത്രയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വലിയ ഡാമേജ് ഒന്നും ഹോർമൂസിന് സംഭവിച്ചിട്ടില്ല. പക്ഷെ ഈ GCC രാജ്യങ്ങളിലെ പല എണ്ണ പ്ലാന്റുകളും അതുപോലെ ഗ്യാസ് റിഫൈനറികൾക്കുമൊക്കെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇനി മെയിൻറ്റെയിൻ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും എടുക്കും എന്നാണ് പറയുന്നത്. അതൊക്കെ വന്നാലേ പഴയ കണക്ക് ഫ്ലോയില് ഈ ക്രൂഡോയിലും ഗ്യാസും ഇതൊക്കെ വരികയുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. നല്ലൊരു കാര്യം തന്നെയാണ്. ധാരണ എങ്കിൽ ധാരണ എന്തെങ്കിലുമൊക്കെ ആകട്ടെ, അടിയും പിടിയില്ലാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമ്മളും ഒക്കെ ആഗ്രഹിക്കുന്നത്.